അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ചിക്കൻ കറിയിട്ട് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: സവാള, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വേപ്പിൻ്റെ ഇല, പിന്നെ തേങ്ങ തിരുമിയത്, കുരുമുളക്, ജീരകം, രണ്ട് ജീരകം, ഉലുവ, വേപ്പിൻ്റെ ഇല, പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ അരിഞ്ഞിട്ട് വരാം. ഓക്കേ, അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ക്ലിയറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, തക്കാളി എല്ലാതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരക്കാനുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ടിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കർ ഒന്ന് റെഡിയാക്കി, കുക്കറിലേക്ക് നമ്മൾ എൻ്റെ കൈ പൊള്ളി, കുക്കറിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ പാകത്തിന് ഒഴിച്ച് കൊടുത്ത്, അതിന് ശേഷം അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ടപ്പ എന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകമാണ്. പിന്നെ 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ കറുവപ്പട്ടയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വേറെ എന്തോ ഒരു പേര് പറയും, അതെനിക്കറിയില്ല. പിന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള, കുനുകുനാ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമ വന്നിട്ടുണ്ട്, അപ്പം ഒന്ന് ചുമച്ചതാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ ഇത്രയും സാധനങ്ങളും സവാള കുനുകുന അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പണ്ട് മുതലേ നമ്മൾ സവാള വാട്ടാൻ ഒരു ടിപ്പ് ഉപയോഗിക്കാറുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടുന്നതാണ് പ്രമാണം തന്നെയല്ലേ, പ്രണാമം. അപ്പോൾ നമ്മൾ സവാള അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട്. ഉമ്മ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അത് ഞാനും ശീലിച്ചു പോയി. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സവാള ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വഴറ്റി ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകും സവാളയും ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുനുകുന അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അല്ലികൾ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ച അല്ലിയല്ല, അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ വെറുതെ ഒരു നേരം പോക്കി നിർന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ പിന്നാലല്ലേ, ഇപ്പം ഞാനും വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം. പിന്നെ കുനുകുന അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തീ നന്നായി കുറച്ചതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, തുമ്മൽ വരും. അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ എപ്പോൾ ഇടുകയാണെങ്കിലും കുറച്ച് തോനിട്ട് കൊടുക്കും, കാരണം മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് നല്ലതാണ്. ബ്ലഡിലെ അഴുക്ക് നീക്കി കളയുന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കതിനെ പറ്റി വ്യക്തമായിട്ട് അറിവൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ടീസ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എരിവ് കുറച്ച് മതി. എനിക്ക് എരിവ് വേണം, എന്നാൽ എൻ്റെ ഇക്കാക്ക് എരിവ് കുറച്ച് മതി. ചീത്ത കേൾക്കും. പൊന്നൂനൊക്കെ എരിവ് മതി. അപ്പം പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടീസ്പൂണാണ് കേട്ടോ. ടീസ്പൂണാണോ സ്പൂണാണാവോ അതൊന്നും എനിക്കറിയത്തില്ല. നമ്മളെ മല്ലിപ്പൊടിയിലും മുളക് പൊടിയിലുള്ള പാത്രം സ്പൂണുകളൊക്കെ യൂസ് ചെയ്തിട്ട്
അതിട്ട് കൊടുക്കും ഞാൻ ഒരു ഇടയിൽ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട മെയിനായിട്ടുള്ള ഒരാളുണ്ട്, അതാണ് ചിക്കൻ, നമ്മുടെ കോഴി. അപ്പോൾ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. ചിക്കൻ ഇട്ട് ഇളക്കി ചെയ്തതിൻ്റെ ശേഷം മാത്രം ഒന്ന് തീ കൂട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് മുളക് പൊടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ എന്താണ്, നല്ല ചൂടാണ്, നോമ്പ് കാലം, നല്ല ചൂടും എല്ലാം കൂടിയിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലാണ്. അപ്പം നന്നായി നോമ്പറന്നതിൻ്റെ ശേഷം വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പീസ് നമ്മൾ ലെഗ് പീസ് നമ്മൾ മുറിക്കാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കുട്ടികൾക്ക് 2 ലെഗ് പീസ് എന്നുള്ള കണക്കിലാണ് ഇവിടെ ലെഗ് പീസ് വേണം, 2 പേർക്ക് ലെഗ് പീസ് വേണം. അപ്പോൾ അത് മാത്രം കട്ട് ചെയ്തിട്ടില്ല, അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെറിയ പീസാണ്. നമുക്കൊക്കെ എളുപ്പത്തിൽ വേവാനും കറികൾക്കും ചെറിയ പീസാണല്ലോ നല്ലത്. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത്, നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഉണ്ടാവും. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിൽ വെള്ളം തന്നെ ചിക്കനിൽ വരും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അതൊക്കെ യൂസ് ചെയ്യണത്. അങ്ങനെ കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുറിച്ച് വെച്ച തക്കാളി ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കട്ടോ. അതൊന്നും ഞാൻ ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ ഞാൻ തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കാറ്. പിന്നെ ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് പുതിന ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ചില ആൾക്കാർ ഇട്ട് കൊടുക്കാറില്ല, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ആരോ വിളിക്കുന്നുണ്ട് എന്നെ, അസീന അസീന അസീന. അപ്പോൾ നമ്മളെ തക്കാളിയും വേപ്പിൻ്റെ ഇലയും മസാലകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മണമൊക്കെ വന്നിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആവാൻ വേണ്ടിയിട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഒന്നും ഓവറായിട്ട് കൊടുക്കരുത്, കുറച്ചിട്ടൊരു ടേസ്റ്റിന് മാത്രം. അല്ലെങ്കിൽ ഓവറായാൽ അതിൻ്റെ ഒരു കുത്തണം ഇതുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും, അത് നന്നല്ല. പിന്നെ കുരുമുളക് പൊടി, എല്ലാ ഫുഡിലും ഞാൻ എല്ലാ ഫുഡിലല്ല, ചിക്കൻ ബീഫ് മട്ടൻ ഇതിൽ കുരുമുളക് പൊടി ഞാൻ മസ്റ്റായിട്ടും ചേർക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൻ്റെ മൂടിയിട്ടിട്ട്. ഇനി നമുക്ക് തേങ്ങ ചിരവിയത് വറുക്കണം. അപ്പോൾ അതിന് വേണ്ട ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും കൂടിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് വറുത്തതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താലും മതി, ഞാൻ ഒരുമിച്ചിട്ട് വരും. എനിക്ക് എങ്ങനെയാണോ തോന്നണത് അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇടും. അപ്പം ഇത്രയും സാധനങ്ങൾ, ചെറിയ ഉള്ളി, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, ഉലുവ, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങ വറക്കുന്നത്. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായാൽ നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം ഇതൊന്ന് വറുത്ത് റെഡിയാക്കാം നമുക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എനിക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുത്തത് നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലാണ് ഞാൻ അരക്കുന്നത്. എനിക്കതാണ് എളുപ്പം, പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പം ഞാനതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു ഞാനിതിങ്ങനെ അരച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ അരച്ച് വന്നു. എൻ്റെ വീഡിയോയിൽ ചെറിയ സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക.
എരും പുളിയൊക്കെ കൂട്ടുന്ന നാവല്ലേ, നമുക്കിതൊന്നും ശീലമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വന്നിട്ടുണ്ട്. തേങ്ങ നന്നായി വറുത്ത് അരച്ച ചിക്കൻ കറി. അപ്പം നല്ല ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരൊറ്റ വിസിലേ കൊടുത്തിട്ടുള്ളൂ. സോറി, ഞാനല്ല, കുക്കറിൽ ഒരു വിസിലടിച്ചിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ തേങ്ങ വറുത്തരച്ച് കൂട്ടിയതിൽ നമ്മൾ കുറച്ചും കൂടി അതൊന്ന് വേവും. പൊതുവേ ചെറിയ കഷ്ണം ചിക്കനും ചിക്കൻ പെട്ടെന്ന് വേവുന്നതും ആയതുകൊണ്ട് ഒരുപാട് വിസിലൊന്നും അടിക്കണ്ട, പായസമായി പോവും. അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സ്റ്റൈൽ തന്നെ മാറി വരുന്നുണ്ട്. ഹൈവ നല്ല ടേസ്റ്റുള്ള, വായലൊക്കെ വെള്ളം തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതും പത്തിരി പറയണ്ട, നോമ്പ് കാലത്ത്. പിന്നെ നമ്മുടെ ചിക്കനിൻ്റെ തേങ്ങ അരച്ച മിക്സിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മതി, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാ. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കാൻ വയ്ക്കുക. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല രസം, നല്ല മണക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി മൂപ്പിച്ച് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി മൂപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പം നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലും ഒക്കെ വരുന്നു. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് കൊടുക്കണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കണം. പിന്നെ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി തൂമിക്കാന്ന് തന്നെ പറയുക തോന്നുന്നുണ്ട്. നമ്മളെ മലപ്പുറം ഭാഷ തൂമിക്കാണ്. അപ്പോൾ തൂമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞ ചെറിയ ഉള്ളി, ഇത് കുനുകുന അല്ലാന്ന് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ എണ്ണ വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കരുത്, കുഞ്ഞ് സ്പൂണൊക്കെ വെച്ചിട്ട്. എന്തിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല, അത് ഗോൾഡൻ കളറായാൽ മതി, കരിഞ്ഞു പോവാതിരുന്നാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ഓൾ ബട്ടണും രണ്ടും അമർത്തി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നത് നല്ലൊരു സ്മെല്ലായി വന്നിട്ടുണ്ട്, നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ കറിക്ക് ഒരു പ്രത്യേക മണം, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതെൻ്റെ മാത്രം സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്ത് അരച്ച കോഴിൻ്റെ കറി. ഓക്കെ, അപ്പോൾ ഈ കോഴിൻ്റെ കറി കൂട്ടിയിട്ട് പത്തിരി, നൂൽപുട്ട്, അതുപോലെ തന്നെ പിടി കൊഴുക്കട്ട എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, ഇതൊക്കെ ഇതിൽ കൂട്ടി തിന്നാം. അപ്പം നന്നായിട്ട് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിന ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അതും ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ മല്ലിച്ചപ്പ് പുതിനൊക്കെ ഇട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ എടുത്ത് കളയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ചിക്കൻ കറി, മീൻ കറി ഒന്നും ഒരു രസമില്ല കേട്ടോ. സാമ്പാർ ഇനി അടുത്തത് എൻ്റെ ഒരു സാമ്പാറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.